കൊല്ലം നഗരഹൃദയത്തിലെ തില്ലേരി പള്ളി ആശ്രമത്തിലേക്കാണ് ഇന്ന് കൃഷിദർശൻ യാത്ര പോകുന്നത്. ബൈബിളിലെ പ്രശസ്തമായ ഒരു വചനമുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു. അങ്ങനെ ഹൃദയശുദ്ധിയുള്ള ഒരു സന്യാസി സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. കപ്പൂച്ചിൻ സഭ. മുൻവശത്ത് തന്നെ വിശാലമായ ഒരു ആരാമമുണ്ട്. സുഗന്ധവാഹിനിയായ ഒരു കാറ്റ് ഞങ്ങളെ തഴുകി വരുന്നുണ്ട്. ഏതാണ്ട് 102ഓളം പേർ ഇവിടെ അച്ഛൻ പട്ടത്തിനായി പഠിക്കുന്നു. സ്ഥാപക നേതാവിൻ്റെ പിൻഗാമികൾ എന്ന നിലയിൽ പ്രകൃതിയോട് കരുണയും സഹജീവികളോട് സ്നേഹവുമുള്ളവരാണ് ഇവിടുള്ളവർ. അതിൻ്റെ പ്രപഞ്ചമാണ് ഇവിടെ മുഴുവൻ കാണുക. കോഴിയും താറാവും വാത്തയും ആടും പന്നിക്കുട്ടന്മാരും പൂവാലികളുടെയുമൊക്കെ പറുദീസയായി അവർ ഇതിനെ മാറ്റിയിരിക്കുന്നു. ഫാദർ ലൂഷ്യസ് ആണ് എല്ലാത്തിൻ്റെയും മേൽനോട്ടം. പൂവാലികളുടെ കൂടാരത്തിലേക്ക് തന്നെ ആദ്യം പോകാം. കൃഷിഭൂമിയുടെ ഒത്ത നടുവിൽ തന്നെയാണ് പാലാഴി തീർക്കുന്ന പൂവാലികൾക്കിടം. ഏതാണ്ട് 20ഓളം എണ്ണമുണ്ട്. അവർക്ക് പാർക്കാൻ വിശാലമായ കൂടാരം. കുളിർവായു അനായാസേന ഒഴുകിപ്പോകുന്ന രീതിയിലാണ് തൊഴുത്തിൻ്റെ നിർമ്മാണം. അയർലൻഡുകാരായ ഹോൾസ്റ്റെയിൻ പശുക്കളാണ് ഏറെയും. കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും നീണ്ട കറവ ദിനങ്ങളാണ് HFൻ്റെ പ്രത്യേകത. 100 വർഷം മുമ്പുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അന്ന് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം, നമ്മുടെ പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾ പാല് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴന്നേരം കരുതി അതൊരു സർവീസ് ആകുമല്ലോ, ശുദ്ധമായ പാല് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇത്. അതുകൊണ്ട് ഇതിന് വലിയ ലാഭം അങ്ങനെയൊന്നുമില്ല. പിന്നെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, ലാഭത്തിന് വേണ്ടിയല്ല. പിന്നെ മൃഗങ്ങളോട് താല്പര്യമുണ്ട്, പിന്നെ കൃഷിക്കുള്ള വളം കിട്ടും. പാല് നമ്മൾ പുറത്തൊരു ആളുകൾക്ക് ഒരു 70-75 ലിറ്റർ പാൽ ആളുകൾ മേടിക്കുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ മിൽമയെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടുന്ന് വളരെ ദൂരമുണ്ട്, കൊട്ടിയത്ത് കൊണ്ടുപോയി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഐസ്ക്രീം ഫാക്ടറി ഉണ്ട്, അവരാകുമ്പോൾ വന്നെടുത്തോളും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഐസ്ക്രീം ഫാക്ടറിയിലാണ് ബാക്കി പാല് കൊടുക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളിവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, 10-50 അച്ഛന്മാരും സ്റ്റുഡൻസും ഉണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള പാല് ഇങ്ങനെ പുറത്ത് 70-75 ലിറ്റർ വീട്ടുകളിൽ കൊടുക്കുന്നുണ്ട്, ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഐസ്ക്രീം പാർലറിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥക്കിണങ്ങിയ പശുക്കളും കൂട്ടത്തിലുണ്ട്. കറവ ദിനം കുറവുള്ള ജേഴ്സിയും KLD ബോർഡ് വികസിപ്പിച്ചെടുത്ത സുനന്ദിനിയും. അത്യുഷ്ണവും അതിശൈത്യവും താങ്ങുന്നവർ. അങ്ങനെ പൈക്കളുടെ ഒരു മിശ്രിതം തന്നെ ഈ കൂടാരത്തിൽ ഒരുക്കിയിരിക്കുന്നു. എല്ലാവർക്കും നനയുണ്ട്. അത്യുഷ്ണത്തെ അങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് കുളി. തണുത്ത ജലധാര മേനിയിൽ വീഴുന്നതോടെ അവർ കുളിരിൻ്റെ സുഖമറിയും. പൈക്കളുടെ കൂടാരത്തിൽ സഹായത്തിനായി ഫാദർ ലൂഷ്യസിനോടൊപ്പം ഒരു തൊഴിലാളിയുമുണ്ട്.
കൂട്ടത്തിൽ 2 എരുമകളെയും ഒരു പോത്തിനെയും പരിപാലിക്കുന്നു. എരുമകൾ പ്രധാനമായും പാൽ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു. എരുമപ്പാൽ പശുവിൻ പാലിനേക്കാൾ കൊഴുപ്പും പ്രോട്ടീനും കൂടുതലുള്ളതാണ്. പാലളവനുസരിച്ചാണ് ഓരോരുത്തർക്കും തീറ്റ. 1 ലിറ്റർ പാലിന് 400 ഗ്രാം സാന്ദ്രീകൃത തീറ്റയാണ് നൽകാറ്. പെല്ലറ്റ്, ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയുടെ മിശ്രിതമാണ് നൽകുന്നത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് ഈ പശുവാണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊരു 35 ലിറ്റർ പാലുണ്ട്. 35 കൂടുതൽ കാണും. പക്ഷേ നമ്മൾ ഒരു കാമ്പിൽ നിന്ന് പാല് കറക്കൂല. ഒരു കാമ്പ് കുട്ടിക്കുള്ളതാണ്. അപ്പം നമ്മളൊരു 28-30 ലിറ്റർ പാലേ കറക്കുള്ളൂ. ബാക്കി കുട്ടിക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു നേരം കേസിൻ്റെ തീറ്റ 4 കിലോ കൊടുക്കും. പിന്നെ ഗോതമ്പ് തവിട്, പരുത്തി, ധാന്യപ്പൊടി, പിന്നെ ഇത്തിരി 1/2 കിലോ ഗോതമ്പ്, പിന്നെ തേങ്ങാപ്പിണ്ണാക്ക്. ഇത്രയാണ് ഒരു നേരത്തെ അതിൻ്റെ തീറ്റ. പശു വളർത്തലിന്റെ വ്യാവസായിക തന്ത്രങ്ങൾ അത്രയും ഫാദർ ലൂഷ്യസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നു. 5 ഏക്കർ വരുന്ന വിസ്തൃതമായ ഭൂമിയിൽ 1 ഏക്കറിൽ പച്ചപ്പുല്ല് നന്നായി കൃഷി ചെയ്തിട്ടുണ്ട്. നേപ്പിയറാണ് ഇവിടെ താരം. വൈകുന്നേരങ്ങളിൽ വൈക്കോലാണ് സ്പെഷ്യൽ. പാൽ കൊഴുപ്പ് കൂടുവാനും ദഹന നിയന്ത്രണത്തിനുമൊക്കെ വൈക്കോൽ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ബ്രൗണും വൈറ്റും റെയർ കളറാണ് കോമ്പിനേഷൻ ഉള്ളത്. പിന്നെ അസുഖങ്ങൾ വലുതായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അസുഖങ്ങളൊന്നും തന്നെ ഇതിന് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് പാല് HF-ൻ്റെ പാലിന് ഇത്തിരി പാലിന് കുറച്ച് വാട്ടറിയാണ്. പക്ഷെ ഇതിന് വെള്ളത്തിൻ്റെ അങ്ങനെ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇത്തിരി കട്ടിപ്പാലാണ്. പിന്നെ കുഴപ്പമില്ലാത്ത പാലും ആദ്യത്തെ പ്രസവത്തിന് കിട്ടി. 18 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇൻസെമിനേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പൈക്കൾക്ക് ആടി ഉലഞ്ഞു നിൽക്കുവാനായി റബ്ബർ മാറ്റുകളുമുണ്ട്. എത്ര ഉയർന്ന ഉൽപാദനമുള്ള പശുവായാലും കുളമ്പ് രോഗം വന്നാൽ അവയെക്കൊണ്ട് പ്രയോജനമില്ലാതാകും. പശു വളർത്തലിലെ ബോണസാണ് പൈക്കിടാങ്ങളെന്ന് ഫാദർ ലൂഷ്യസിനറിയാം. പുറത്തുനിന്ന് പൈക്കളെ വാങ്ങാറില്ല. പിറന്നു വീഴുന്ന കിടാങ്ങളെ നല്ല രീതിയിൽ വളർത്തി മികച്ച കിടാരികളാക്കി മാറ്റുക എന്ന തന്ത്രമാണ് അനുവർത്തിക്കുന്നത്. ഞങ്ങൾ വെളുപ്പിനെ 3 മണി മുതൽ കഴിയുമ്പോൾ തുടങ്ങും. പശുവിനെ ക്ലീനിങ്ങും ചാണകം വരും കുളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പശുവിനെ കറക്കും. എന്നിട്ട് 4:30 ആകുമ്പോൾ പശുവിനെ കറവ് തുടങ്ങും. 6 മണിയാകുമ്പോൾ കറവ് തീരും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പിണ്ണാക്ക് എല്ലാം കൊടുക്കും. ധാന്യപ്പൊടി, ഗോതമ്പ് തോട്, ചേൽസി പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക് എല്ലാം കൂടെ ഉണ്ട്. ഓരോ പശുവിന് 6 കിലോ വീതം കൊടുക്കും ഒരു നേരം. എന്നിട്ട് ഈ പണി കഴിയുമ്പോൾ ഈ സമയമൊക്കെ ആകും. 8, 9 മണി, 10 മണിയൊക്കെ അടുത്താകും. പിന്നെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് തുടങ്ങും. പിന്നെ അത് 4 മണി, 5 മണി വരെ അങ്ങനെ അങ്ങ് പണി. ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട പാവങ്ങളാണ് പന്നികൾ. ലോകത്ത് ഇതുപോലെ ജൈവമാലിന്യം കഴിച്ച് ഭക്ഷ്യയോഗ്യമായ മാംസം തരുന്ന മറ്റു ജീവികളില്ല. ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മാംസം പന്നിയുടേതാണ്. വിശേഷ അവസരങ്ങളിൽ വിശിഷ്ട ഭോജ്യമാകുവാൻ പന്നികൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പന്നിക്കുട്ടന്മാർക്ക് വിശാലമായ കൂടാരം തീർത്തിരിക്കുകയാണിവിടെ. ലാർജ് വൈറ്റാണ് പ്രധാന ഇനം. 8 മാസം കൊണ്ട് തന്നെ 110 കിലോയോളം തൂക്കം വയ്ക്കുന്നവയാണിവ. മാതൃഗുണം ഏറെയുള്ള മറ്റൊരിനമാണ് ലാൻഡ് റേസ്. വിരിഞ്ഞ മുലക്കാമ്പുകളാണ് അവയുടെ പ്രത്യേകത. കൂട്ടത്തിൽ ഡ്യൂറോക്ക് എന്ന ഇനം പന്നി കൂടിയുണ്ട്. 3 മാസവും 3 ആഴ്ചയും 3 ദിവസവുമാണ് പന്നികളുടെ ഗർഭകാലം. കൃത്യമായി പറഞ്ഞാൽ 114 ദിവസം.
വിദേശ പന്നികളിൽ 8 മുതൽ 12 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട്. പന്നിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ്. പിറന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിളർച്ചയ്ക്കുള്ള മരുന്നുകൾ നൽകണം. അയൺ ഇഞ്ചക്ഷനാണ് ഇതിന് സാധാരണ നൽകാറുള്ളത്. 3-ാമത്തെ ആഴ്ച മുതൽ തന്നെ ഉയർന്ന തീറ്റ നൽകാം. സെമിനാരിയിലെ അധികം വരുന്ന പാചക വസ്തുക്കളാണ് ഇവയ്ക്ക് നൽകുന്നത്. പന്നി വളർത്താൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 45 വർഷം, ഏകദേശം 45 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. യോർക്ക്ഷയർ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഉള്ള കാരണം മലയാളത്തിൽ സീമപ്പന്നി എന്നൊക്കെ പറയും. ആ ബ്രീഡാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇതിനെ വളർത്തുന്നതെന്ന് പറയുന്നത് ഇത് ഒന്ന് സാമ്പത്തികമായിട്ട് ലാഭമുള്ള ഒന്നാണ്. കാരണം ഇവിടെ ഏകദേശം ഒരു 8-9 ജോലിക്കാരുണ്ട്. അവരുടെ ശമ്പളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പന്നിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഇതിനെ ഇവിടെ സ്ലോട്ടർ ചെയ്യുന്നുണ്ട്, ക്രിസ്മസിനും ഈസ്റ്ററിനും. അപ്പോൾ അത് നമ്മുടെ വെറ്റിനറി അവിടുത്തെ ഡോക്ടേഴ്സ് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം ഹെൽത്തിൽ നിന്ന്. അത് അവർ സാറിന് എല്ലാ പ്രാവശ്യം അവർ ചെയ്തു തരും. അവരെ കൊണ്ട് നമുക്ക് അത്യാവശ്യം സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും അവർ വരും. പിന്നെ ഇതിനെ നമ്മൾ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭക്ഷണത്തിൻ്റെയും അതുപോലെ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ചുറ്റുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, അവർക്ക് മണം ഒരു ഇഷ്യൂ ആണ്. പക്ഷെ നമ്മൾ ഒത്തിരിയും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില അപ്പോഴൊക്കെ ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബഡ്ജറ്റ് സിസ്റ്റമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു എക്സ്പെൻസ് ആണ് അവർ പറയുന്നത്. എന്തായാലും അത് പതുക്കെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആടുകൾക്കും ആശ്രമത്തിൽ സ്ഥാനമുണ്ട്. ആട്ടിൻ കൂടാരത്തിലുള്ള പ്രത്യേകത തലപ്പൊക്കത്തിലാണ് ആടുകൾ നിൽക്കുക എന്നതാണ്. തടികളിൽ തീർത്ത കൂടാരത്തിലാണ് വാസം. മലബാറി ആടുകളാണ് ഏറെയും. കേരളത്തിൻ്റെ സ്വന്തം ആടുകളാണ് മലബാറികൾ. ഒറ്റ പ്രസവത്തിൽ 2 മുതൽ 3 വരെ കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്നതാണ് മലബാറി ആടുകളുടെ മേന്മ. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറെ ഇണങ്ങിയവയാണിവ. പത്ത് പെണ്ണാടിന് ഒരു മുട്ടനാട് എന്നാണ് കണക്ക്. ആടിൽ നിന്നും പ്രധാന വരുമാനം ആട്ടിൻകുട്ടികൾ തന്നെ. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന ശരീരഭാരം ആവശ്യമാണ്. എങ്കിലേ അവ വിറ്റ് പോവുകയുള്ളൂ. വർഷത്തിലൊരിക്കൽ മുട്ടനാടുകളെ മാറ്റുന്നതിലൂടെ അന്തർപ്രജനനം ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ ആശ്രമത്തിന് കഴിയുന്നു. ഒരു പാത്രത്തിൽ തന്നെ ഒന്നിലധികം ആടുകൾ തീറ്റ കഴിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. നമുക്കിവിടെ ഉള്ളത് 2 മലബാറി ആടുണ്ട്, അതിൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ഉള്ളത് 2 ഹൈദരാബാദി ഉണ്ട്. ബാക്കി ആടുകളെല്ലാം ബീറ്റലാണ്. ഒരു വൈറ്റ് ബീറ്റലും ബാക്കിയെല്ലാം ബ്ലാക്ക് ബീറ്റലും ആടുകളാണ്. ബീറ്റൽ മെയിലിന് എല്ലാ വർഷവും നമ്മൾ മാറും. അപ്പം ഇപ്പോഴത്തെ മാറിയിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിന് മേടിക്കണം, നല്ല ബ്രീഡ് നോക്കി മേടിക്കണം. ഇതൊരു മലബാറി ആടിനെ ഇപ്പോൾ മേടിച്ചാണ്, അതിൻ്റെ ഒരു കുട്ടിയാണിത്. തീറ്റ നമ്മളിതിന് കൊടുക്കുന്നത് പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, ഗോതമ്പ് പൊടി, ഗോതമ്പ് തവിട്, സോയാ തവിട്, പിന്നെ അല്പം പെല്ലറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കാഷ്ടം നമ്മൾ നമ്മുടെ വളത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് തക്കാളി, വെജിറ്റബിൾസിന് നല്ലതാണ്. പ്രത്യേകിച്ച് തക്കാളിക്ക് ഇട്ട് കൊടുത്ത് ഇഷ്ടംപോലെ തക്കാളി നല്ലതുപോലെ പിടിക്കും. ആശ്രമത്തിന്റെ ഭൂമികയുടെ ഒത്ത നടുവിൽ ഒരു കുളവുമുണ്ട്. കുളമുണ്ടെങ്കിൽ 2 കാര്യം: ജലത്തെ പിടിച്ചു നിർത്താം, കൃഷിക്കായി ഉപയോഗിക്കാം. ഇനി മറ്റൊന്നുള്ളത് മത്സ്യകൃഷിയാണ്. തിലാപ്പിയയും നട്ടറുമൊക്കെ സമൃദ്ധമായി വാഴുന്നുണ്ട് ഈ കുളത്തിൽ. സൂര്യപ്രകാശം നേരിട്ട് പതിക്കത്തക്ക വിധത്തിലാണ് കുളത്തിന്റെ നിർമ്മാണം. 6 മാസം കൊണ്ട് 1 കിലോ ആകത്തക്ക രീതിയിലാണ് നട്ടറിന്റെ ക്രമീകരണം.
പറവകൾക്കുമുണ്ട് പ്രപഞ്ചതുല്യമായ ഈ ഭൂമിയിൽ സ്ഥാനം. കോഴിയും വാത്തയും താറാവുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നീന്തി തുടിക്കാൻ ജലാശയങ്ങളും. വാത്തകൾ നമുക്കറിയാം താറാവുകളുടെ പ്രതിരൂപമാണ്. നിരത്തിലൂടെ ഇവർ നടന്നാൽ ഉരകങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. നിലത്ത് ശബ്ദം കേൾപ്പിച്ചാണ് വാത്തകൾ നടക്കാറ്. മുപ്പത്തിരണ്ട് ദിവസമാണ് മുട്ട വിരിയാനുള്ള ദൈർഘ്യം. മണ്ണിൽ കുഴിയുണ്ടാക്കി തൂവൽ വിരിച്ച് അവിടെ തന്നെ മുട്ടയിട്ട് അടയിരിക്കാറാണ് പതിവ്. ഒന്നിനു പുറകെ മറ്റൊന്നായി അവർ നടക്കുന്നത് കണ്ടാൽ ഒരു സൈന്യം പോലെ തോന്നും. തടാകത്തിലുള്ള നീന്തലുകളാകട്ടെ അരയന്നങ്ങളെ ഓർമ്മപ്പെടുത്തും. മുട്ടകൾ വിരിയിക്കാനുമുണ്ട്, പുറത്ത് കൊടുക്കാനുമുണ്ട്. വാത്തക്കുഞ്ഞുങ്ങൾക്ക് 3000 രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട്. ഇവിടെ കോഴി, താറാവ്, ഗൂസ്, വാത്ത ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഗൂസിൻ്റെ മുട്ട വിരിഞ്ഞിട്ടുണ്ട്, 5 കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അപ്പം അതുപോലെ കോഴിയുണ്ട്, താറാവിൻ്റെയും കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ഇവിടെ പിന്നെ അവർ താറാവ് ഇരിക്കുന്നുണ്ട്, ഒരു വാത്തത്താറാവ് ഇരിക്കും, അത് മുട്ടയായിട്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇത് കോഴികളുടെ അവർ പുറത്തേക്ക് ഇറങ്ങി പോയിപ്പോൾ വരും. അപ്പോൾ ഗൂസിൻ്റെ എന്ന് പറഞ്ഞാൽ 1-2 ഇതായി കഴിയുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഇരിക്കാനായി ബാക്കിയുള്ളവരെല്ലാം കൂടെ അതിനകത്ത് ചെന്ന് കയറും. അതാണ് അതിനൊരു പ്രശ്നമുള്ളത്. അപ്പോൾ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഗൂസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് ഈ മുട്ടയിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ പോയി വെള്ളത്തിൽ കിടക്കും. വെള്ളത്തിൽ കിടന്നിട്ട് ആ വെള്ളത്തോടെ തന്നെ വീണ്ടും തിരിച്ചു വന്ന് മുട്ടയിലിരിക്കുമ്പോൾ മുട്ട വിരിയാനായിട്ടുള്ള ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആശ്രമത്തിൻ്റെ ഭൂമികയെ ഒന്നാകെ ഹരിതസമൃദ്ധമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഫാദർ ലൂഷ്യസ്. അതുകൊണ്ട് തന്നെ പലതരം വാഴയും കപ്പയും പപ്പായയും പച്ചക്കറിയും ഒക്കെ സമൃദ്ധമായി വാഴുന്നുമുണ്ട്. എല്ലാറ്റിനും വളമാകുന്നത് കാലി വളർത്തലിലെ മാലിന്യങ്ങൾ തന്നെ. ജൂൺ തൊട്ടാണ് നമുക്കിവിടെ പച്ചക്കറി ചെയ്യാനായിട്ട് ഒക്കുന്നത്, വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്. കാരണം ഇത് മണലായതുകൊണ്ട് ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് താണു പോകും. അപ്പോൾ അതുകൊണ്ട് ജൂൺ തൊട്ട് നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ വരെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ട്, പുറത്ത് കൊടുക്കുകയും നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പം തൽക്കാലം ഇവിടെ ഉള്ളത് കത്തിരിക്ക ഉണ്ട്, അതെല്ലാം ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ഒരു ചീര, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എന്താണെന്ന്. ഇത് പിന്നെ ഇങ്ങനൊരു മരം പോലെ നിൽക്കുന്നത് കൊണ്ട്, കുറ്റിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ വെയിലിനെ അതിജീവിക്കാനായിട്ട് കുറച്ച് വെള്ളം മതി, അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേ അപ്പുറത്ത് കത്തിരിക്കയൊക്കെ ഉണ്ട്, അത് പോയിട്ടുണ്ട്. പിന്നെ അവിടെ വാഴയും കപ്പയും അതെല്ലാം ഇതിൻ്റെ ഭാഗത്ത്, പിന്നെ പപ്പയ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഉള്ളൂ. ആശ്രമത്തിൻ്റെ പൂന്തോട്ടം കടന്ന് വിശാലമായ ഭൂമികയിലെത്തുന്ന ആരുടെയും മനസ്സിന് കുളിർ പകരുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. സഹജീവി സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതൃകകൾ തീർക്കുകയാണ് തില്ലേരി പള്ളി ആശ്രമം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഓരോ ജീവജാലങ്ങളോടും ആശ്രമം പറയാതെ പറയുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.